എല്ലാവർക്കും വലിയ നമസ്കാരം. ഡബ്ബിംഗ് മല്ലു വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വലിയ സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഡബ്ബിംഗ് മല്ലു വേൾഡ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ട്രാവലിനെ കുറിച്ചും അതുപോലെ തന്നെ ഫുഡിനെ കുറിച്ചും റിവ്യൂസിനെ കുറിച്ചും പിൽഗ്രിമേജിനെ കുറിച്ചും ഒക്കെയുള്ള ഇഷ്ടംപോലെ വീഡിയോസ് നമ്മുടെ ചാനലിലോട്ട് കൂടെ നിങ്ങൾക്ക് പോയി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ നമ്മൾ മര്യാദയ്ക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വേറെ എന്നുള്ള കൃപാസനമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ കൃപാസനത്തിൽ നമ്മൾ കൃപാസന ഉടമ്പടി എടുക്കുന്നത് നമുക്കറിയാം, എപ്പോഴും 3 മാസത്തേക്കുള്ള ഉടമ്പടിയാണ് നമ്മൾ എടുക്കുന്നത്. 90 ദിവസമാണ് നമ്മുടെ ഉടമ്പടിയുടെ കാലാവധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഇത് ഈ ഉടമ്പടി പുതുക്കുന്ന എപ്പോഴാണ്, അല്ലെങ്കിൽ ഉടനെ നമ്മളിപ്പോൾ 90 ദിവസം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഉടമ്പടി പുതുക്കാവുന്നൊക്കെ ചോദിച്ചിട്ട് ആൾക്കാർ നമുക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമെന്ന് പോകുന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഉടമ്പടി ഓഫ് കോഴ്സ് നമ്മൾ അറിയുന്നത് പോലെ തന്നെ 3 മാസം 90 days ആണ് നമുക്ക് ആക്ച്വലി ഉള്ളത് അല്ലേ. ആ 3 മാസം കഴിയുമ്പോൾ നമ്മളിപ്പം കഴിഞ്ഞ് അത് നമ്മുടെ ഇഷ്ടമാണ് ആക്ച്വലി എപ്പോഴാണ് ഉടമ്പടി അത് കഴിഞ്ഞിട്ട് പുതുക്കണ്ടോ എന്നൊക്കെയുള്ള നമ്മുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ കൊടുത്തിരിക്കുന്ന 6 നിയമങ്ങൾ നിങ്ങൾക്ക് സാധിച്ചു കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടമ്പടി പുതുക്കണമെന്നില്ല. ബട്ട് നിങ്ങളുടെ ഇഷ്ടമാണ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളുടെ ഇഷ്ടമാണ് പുതുക്കണ്ടെന്നുള്ള കാര്യം. അപ്പം പുതുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴാണോ പുതുക്കണേ, അല്ലെങ്കിൽ നമ്മൾക്ക് എപ്പോഴാണോ സമയം കിട്ടണേ അതനുസരിച്ച് നമ്മൾ പോയി പുതുക്കുക. കറക്റ്റ് 90 days കഴിഞ്ഞിട്ട് ആ പിറ്റേ ദിവസം പോയി പുതുക്കണമെന്നൊന്നുമില്ല. അല്ലെങ്കിൽ അങ്ങനെ പുതുക്കിയില്ലെങ്കിൽ ഉടമ്പടി പുതുക്കാതെ വരത്തില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അത് നമ്മുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ബ്രേക്ക് എടുത്ത് ഒരാഴ്ച ബ്രേക്ക് എടുത്തതിന് ശേഷം പുതിയതായിട്ട് ഉടമ്പടി പുതുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇല്ല നമ്മൾക്ക് കറക്റ്റായിട്ട് 90 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉടനെ തന്നെ പുതുക്കുന്നതാണെങ്കിൽ അതും നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഉടമ്പടി പുതുക്കി കിട്ടുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ആക്ച്വലി നമ്മൾ ഉടമ്പടി പുതുക്കാൻ പോകുമ്പോഴും അതിനുള്ള പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ നമുക്ക് കൃപാസനത്തിലുണ്ട്. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് നമ്മൾ 3 മാസത്തെ ഉടമ്പടി കഴിഞ്ഞ് പുതുക്കാനായിട്ട് ചെല്ലുമ്പോഴും ഇതുപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ട് എടുത്തിട്ടുണ്ടാകുന്ന ക്ലാസ്സുകളും അല്ലെങ്കിൽ അതിനുള്ള സെഷൻസും ഒക്കെ നമുക്ക് വീണ്ടും അവൈലബിൾ ആണ് ആക്ച്വലി. അപ്പം ഉടമ്പടി പുതുക്കുമ്പം അതിനുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന് വേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലാസ്സിലൂടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരും. നമ്മൾ അന്നും ചെയ്തതുപോലെ തന്നെ വീണ്ടും ഫോം ഫില്ല് ചെയ്യാനുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ആദ്യത്തെ പ്രൊസീജിയർ പോലെ തന്നെയാണ് സെക്കൻഡായിട്ട് നമ്മൾ പോകുമ്പോഴുള്ളത്. അപ്പം സെക്കൻഡായിട്ട് പോകുമ്പോൾ ഉള്ളതിൽ നമ്മൾ ഒരുപക്ഷെ ആദ്യമായിട്ട് ചെയ്തതിനകത്ത് നമുക്ക് ഒരു നിയോഗം സാധിച്ചു കിട്ടാത്തവരുണ്ടാവും, അല്ലെങ്കിൽ 2 നിയോഗം സാധിച്ചിട്ടില്ലാത്തവരുണ്ടാവാം, അല്ലെങ്കിൽ 1 നിയോഗങ്ങളും സാധിച്ചു കിട്ടാത്തവരുണ്ടാവാം. നമ്മൾ അങ്ങനെ പോകുന്നവരായിരിക്കും ഉടമ്പടി പുതുക്കാനായിട്ടൊക്കെ പോകുന്നത്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ആക്ച്വലി. സോ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ഏതൊക്കെ ഈ ഉടമ്പടിയുടെ ഏതൊക്കെ മേഖലകൾ അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസിലാണ് നമുക്ക് എന്താ പറയുക അതിൽ ഫോൾട്ട് പറ്റിയിരിക്കുന്നത് അല്ലെങ്കിൽ വീഴ്ച സാധിച്ചിരിക്കുന്നത് എന്നൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കും ക്ലാസ്സുകളിൽ നമ്മൾ എടുക്കുന്ന സമയത്ത്. അപ്പം ആ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഉടമ്പടിയിലുള്ള 6 നിയമങ്ങൾ നമ്മൾ സാധിച്ച് കിട്ടാനായിട്ടുള്ളൊരു വഴി നമുക്ക് തെളിഞ്ഞു വരത്തുള്ളൂ. അപ്പോൾ നമ്മുടെ കുറവുകൾ എവിടെയൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ നമ്മൾ എവിടെയൊക്കെയാണ് ഫെയിൽ ആയി പോയിട്ടുള്ള കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു സെൽഫ് അനാലിസിസ് ഒക്കെ നടത്തിയതിനു ശേഷം വേണം നമ്മൾ അടുത്ത ഉടമ്പടിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് സാധിച്ചു കിട്ടാത്ത നിയമങ്ങൾ ഇത്തവണ സാധിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മുടെ ഭാഗത്തുണ്ടായിരിക്കണം. അതിനോടനുബന്ധിച്ച് നമ്മുടെ അച്ഛന്മാരും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റേഴ്സും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനോടനുബന്ധിച്ചുള്ള പ്രേക്ഷിതരായിട്ടുള്ള ആളുകളൊക്കെ നമുക്ക് ക്ലാസ്സുകളെടുത്ത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ അവിടെ ഉണ്ട്. അപ്പം 90 days കഴിഞ്ഞ് ഉടനെ നമുക്ക് ഉടമ്പടി പുതുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടമാണ് എപ്പോഴാണ് ഉടമ്പടി പുതുക്കണ്ടേ എന്നുള്ള കാര്യം. പിന്നെ ചിലരുണ്ട് ഒരുപാട് ഉടമ്പടികൾ എടുത്ത്, ഇപ്പം ഞാൻ ക്ലാസ്സിന് അന്ന് ചെന്ന സമയത്ത്, നമ്മൾ ആദ്യമായിട്ട് ക്ലാസ്സിന് ചെന്ന സമയത്ത് അല്ലെങ്കിൽ ആ സമയത്ത് അവർ ക്ലാസ് എടുക്കുമ്പോൾ ആ ക്ലാസ് എടുക്കുന്നതിനകത്ത് പറയുന്നുണ്ടായിരുന്ന ഒരു ചേച്ചിനെ പറ്റി ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ 6 ഉടമ്പടികൾ അവർ മൊത്തം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ഉടമ്പടി കഴിഞ്ഞ് 90 ദിവസം കഴിഞ്ഞിട്ടും അവരുടെ ഒരു നിയമങ്ങളും സാധിച്ചു കിട്ടാതെ, അത് കറക്റ്റായിട്ട് ആളുകളെ അറിയിക്കാതെ, അല്ലെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്കഷൻ ചെയ്യാതെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു അനാലിസിസ് ഒന്നും ചെയ്യാതെയാണ് രണ്ടാമതും ഉടമ്പടി പുതുക്കുന്നത്. അപ്പൊ ഈ ഉടമ്പടി പുതുക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഉടമ്പടി നിയമങ്ങൾ സാധിച്ചു കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ ഇവർ പറഞ്ഞിട്ടുണ്ടാകുന്നില്ല. അങ്ങനെ വർഷാവർഷങ്ങൾ അല്ലെങ്കിൽ മാസാമാസങ്ങളിൽ അവർ ഉടമ്പടി പുതുക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ 6ാമത്തെ ഉടമ്പടി പുതുക്കാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോഴാണ് ഇങ്ങനൊരു വിഷയമുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ 6ാമത്തെ ഉടമ്പടി ചെന്നപ്പോഴാണ് പറയണത് ഇതുപോലെ 6 നിയമങ്ങളും ഒരു ഉടമ്പടിയിലും സാധിച്ചു കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം പറയണേ. അപ്പം ഈ കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയാന്നുള്ള ഏറ്റവും വലിയ ഒരു കാര്യമാണ്. നമുക്ക് ഉടമ്പടി തുറന്ന് പോകുമ്പോൾ നമ്മൾക്ക്
കൊടുത്ത നിയോഗങ്ങളൊന്നും സാധിച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആൾ വളരെ വ്യക്തമായിട്ട് അവിടെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് അതിൻ്റെ ഡിസ്കഷൻ ഒക്കെ ചെയ്ത് അതിനകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ പറഞ്ഞു തന്ന് അത് ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഉടമ്പടിയിൽ നിയോഗങ്ങൾ നമുക്ക് സാധിച്ചു കിട്ടുന്നത്. അപ്പോൾ നമ്മളിത് പറയാതെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നെങ്കിൽ ആരും അറിയാൻ പോകുന്നത്. അപ്പോൾ പ്രത്യേകം ഓർക്കുക, നമ്മുടെ ഉടമ്പടി നിയോഗങ്ങൾ നമ്മൾ വെച്ചത് സാധിച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ കിട്ടിയില്ലാത്ത കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് ഡിസ്കസ് ചെയ്തിട്ട് വേണം അടുത്ത ഉടമ്പടിയിലേക്ക് കയറി നമ്മൾ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലാതെ നമ്മൾ ചുമ്മാ കുറേ ഉടമ്പടികൾ എടുത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങളും വരാതെ നമ്മൾ ഉടമ്പടി എടുത്ത് നമ്മുടെ കാര്യങ്ങൾ സാധിച്ച് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കൃപാസനത്തെ നെഗറ്റീവ് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം നമ്മുടെ കൃപാസനത്തിൻ്റെതായ നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് നന്നായിട്ട് കൊണ്ടുവന്നാൽ മാത്രമാണ് നിയമങ്ങൾക്ക് നമ്മൾ സാധിച്ചിട്ടാണ് നമുക്ക് സാധിക്കത്തുള്ളൂ. അതല്ലാതെ കൃപാസനത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനമില്ല കേട്ടോ. അപ്പോൾ പ്രത്യേകം ഓർക്കുക, ഉടമ്പടി നമുക്ക് എപ്പോൾ വേണമെങ്കിലും പുതുക്കാം. 3 മാസത്തെ നമ്മുടെ കാലാവധി കഴിഞ്ഞ് നമുക്ക് ഉടനെ തന്നെ പുതുക്കാം. ഉടനെ തന്നെ പുതുക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല, തന്നെയല്ല പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു ബ്രേക്ക് എടുത്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാം. പക്ഷേ ഉടമ്പടി രസീത് നമുക്ക് കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. ഉടമ്പടി രസീത് ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവണം. കാരണം അതാണ് നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്ന ആക്ച്വലി നമ്മൾ എത്ര ഉടമ്പടി എടുക്കുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് എടുക്കുന്നത്, അതിൻ്റെ പേപ്പർ വർക്കുകൾ നമ്മുടെ കയ്യിലുണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഉടമ്പടി എടുത്ത് പുതുക്കാനുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും 3 മാസത്തെ ഉടമ്പടി കഴിഞ്ഞ് നമുക്ക് പുതുക്കാവുന്നതാണ്. അപ്പോൾ പുതുക്കുമ്പോഴും ഇതുപോലെ തന്നെ ക്ലാസ്സുകളും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ആദ്യത്തെ പോലെ തന്നെ ഉണ്ടാവും. വേറെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം തന്നെ അതുപോലെ ഉണ്ടാവും. പിന്നെ കുറച്ച് നമുക്ക് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അത് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പം ഉടമ്പടി എടുത്ത് പുതുക്കാനുള്ള ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു സ്റ്റെപ്സ് എല്ലാം ഫോളോ ചെയ്തുകൊണ്ട് നന്നായിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് ശ്രമിക്കുക. ഉടമ്പടി നിയമങ്ങൾ സാധിച്ച് കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് കാര്യങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് അച്ഛനായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അതിനോട് 2 ചില പ്രേക്ഷക പ്രവർത്തനങ്ങളുമായിട്ടോ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ട് മാത്രമാണ് ഉടമ്പടി പുതുക്കാൻ എടുക്കാത്തുള്ളൂ. ഉടമ്പടി നിയമങ്ങൾ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പം ആ സംശയം കറക്റ്റായിട്ട് മാറി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും കൃപാസനം മാതാവിന് അനുഗ്രഹം ഉണ്ടാവട്ടെ. കൃപാസനത്തിൽ പോയി വിസ തടസ്സങ്ങളുള്ളവർ, ജോലി തടസ്സങ്ങളുള്ളവർ, വീട്ടിൽ പ്രശ്നങ്ങളുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വോട്ട് എടുക്കുക. കൃപാസന മാതാവിന്റെ കൃപാസന ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് പേര് അതിനെക്കുറിച്ച് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്, മുന്നോട്ട് പോകുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് signing off today's episode. Thank you.